ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഒരു ബ്ലൂബെറി ഫ്ലേവറിലുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ മിക്സിയുടെ ജാറ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ചെയ്യുന്നതിന് ഞാനിപ്പം ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത്. തണുത്ത പാലാണെങ്കിൽ ഒന്ന് തണുപ്പൊന്ന് മാറ്റിയെടുക്കുക കേട്ടോ. തണുപ്പ് മാറിയതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ തണുപ്പില്ലാത്ത 5 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ വാനില പൗഡറോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ രണ്ടും കൂടെ ആകുമ്പോൾ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരം ഞാൻ അടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കിയില്ല ഒരു 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് വിനാഗിരി ഒഴിച്ചില്ലേ, അതൊഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ഇത് നമുക്ക് നേരെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ചേർക്കാൻ വേണ്ടിയിട്ട് പോണത് ഒരു 2 കപ്പ് അളവിൽ മൈദയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി, ഒരു നുള്ള ഉപ്പ്, ഇത്രയാണ് ചേർക്കേണ്ടത്. ഇത്രയും കൂടിയിട്ട് നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് ഓവറായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. ഒരേ വശത്തേക്ക് ഇത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വശത്ത് നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് യോജിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് ഇഷ്ടമുള്ളൊരു ഫ്ലേവറിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പം വിചാരിച്ചു ബ്ലൂബെറി ഫ്ലേവറിൽ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ക്രഷ് ചെയ്യാം. ബ്ലൂബെറിയോ അല്ലെങ്കിൽ സ്ട്രോബെറിയോ, ഒരുപാട് ടൈപ്പ് ക്രഷ് ഉണ്ട്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ജസ്റ്റ് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇതിൽ വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദും ഒരു മണവും ഒക്കെ നമുക്ക് ഈ ഒരു കേക്കിന് കിട്ടും. ഈ ഒരു കേക്ക് ഞാനിനി ഒരു 9 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലാണ് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഈ ഒരു ടിന്ന് ഞാൻ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഞാനിപ്പോൾ ഒരു പകുതി ഭാഗം ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്രഷ്, നമ്മൾ ഏത് ക്രഷാണ് യൂസ് ചെയ്യുന്നത് ആ ക്രഷ്. അപ്പോൾ ഞാൻ ബ്ലൂബെറി ക്രഷാണ് എടുക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ബാറ്റർ കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം. നമുക്ക് ഈ ഒരു കേക്ക് ഓവനില്ലാണ്ടൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ ഞാൻ യോഗേർട്ടൊക്കെ വെച്ചിട്ട് ഞാൻ കേക്ക് റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു കേക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. യോഗേർട്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് നമ്മളിതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതുപോലൊന്ന് ആക്കി കൊടുത്തിട്ട് 3-4 തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയിട്ട് കിട്ടും. ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 to 55 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഓവൻ ഇല്ലാണ്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമുക്കിതുപോലെ ഏതെങ്കിലും പാനിൽ ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 40 to 55 മിനിറ്റ്സ് തന്നെ വെക്കേണ്ടി വരും. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാനൊരു 1.5 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല തണുപ്പുള്ള ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ക്രീം റെഡിയാക്കി വന്നിട്ടുള്ള ബൗളായിരുന്നു. അതിൽ തന്നെ ഞാൻ ഒഴിച്ച് ബീറ്റ് ചെയ്യാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം നനച്ച് കഴിഞ്ഞാൽ പിന്നെ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര, നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ല സ്റ്റിഫായിട്ട് വരും കേട്ടോ. ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് വരും. സ്റ്റിഫായിട്ട് വന്നാൽ ഈ ക്രീം നമുക്ക് നേരെ ഫ്രീസറിലോട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം.
ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മുടെ കേക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ട് കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ടായിരുന്നു. ചൂടാറിയിട്ട് നമുക്ക് ടിന്നിൽ നിന്ന് ഈ കേക്ക് പുറത്തെടുക്കാം കേട്ടോ. ഞാൻ വെച്ച ടൈം കുറേ കൂടുതലായി പോയിട്ടോ, അതാണ് ഇങ്ങനെ ബ്രൗൺ കളറായിട്ടുള്ളത്. എൻ്റെ ഈ ഒരു പാനിൽ വെക്കുമ്പോൾ നല്ല ബ്രൗൺ കളർ ആവുന്നുണ്ട് കേട്ടോ. ഇത് ദം ബിരിയാണി പോട്ടാണ്. അപ്പോൾ അതിൽ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റുക. നമ്മൾ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ഇത്രയും കളർ ബ്രൗൺ ഷെയ്ഡ് ആവില്ല. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരില്ല കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ സമയം ആയിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെച്ചിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്കിനെ ഇനി നമുക്കൊരു 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ ഇതേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പഞ്ച്. കണ്ടില്ലേ, നമ്മൾ ബീറ്ററൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡും മുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താണ് ഞാൻ ഒഴിച്ച് സോക്ക് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീഡിയോ ഇന്നലെ കണ്ടവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഇന്നലെ ഒരു കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വാലൻറ്റൈൻസ് ഡേയുടെ ഒരു സ്പെഷ്യൽ കേക്ക് റെസിപ്പി. അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അത് ബാലൻസ് കുറേ വന്നു കേട്ടോ. അത്രയും വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ അത് ബാലൻസ് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ബാലൻസ് വരികയാണെങ്കിൽ നിങ്ങൾ കളയണ്ട കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വേറെ കേക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിന് ആ ബാലൻസ് വന്നത് ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യാണ്. അപ്പോൾ 2 ലെയറിനൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. ഞാൻ ഷുഗർ സിറപ്പ് കൂടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മിക്സ് എല്ലാ കേക്കിലും യൂസ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ നോർമലി ഐസിങ് ചെയ്യുന്ന പോലെ ഐസിങ് ചെയ്തെടുക്കുക. ഈ ക്രീം ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര ഓവർ ക്രീം ആവും, നമ്മുടെ കേക്കിന് ഓവർ ക്രീം ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു റൗണ്ട് കൂടിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വീണ്ടും ആ ഒരു ക്രഷ് ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്വാദ് അതൊന്ന് ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ വെക്കുക. ഇതേപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ നമുക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം ഈ ഒരു കേക്കിനെ. അപ്പോൾ നമ്മളിത് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യുന്ന ആ ഒരു കാർഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ സൈഡിലൊന്ന് ആക്കി കൊടുത്താൽ വേറൊരു ഡെക്കറേഷൻ പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി കേക്കിൻ്റെ സൈഡൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ക്രീം കട്ടിയായിട്ടിരുന്നാൽ ബോർഡിൽ നിന്നും പോകാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ കേക്ക് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത്, ഞാൻ കുറച്ച് വൈറ്റ് കളറുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് പർപ്പിൾ കളർ ചേർത്ത് മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടെ ഒരു കളർ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ പർപ്പിൾ കളർ ചേർത്തിട്ട് മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു കളർ കിട്ടി. അപ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഫ്ലവർ കട്ടർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്.
അപ്പോൾ നമ്മളെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ ഇതിൽ കൊടുക്കുന്നത്. ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. എന്താ പറയുക, നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് ഇതിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്കിപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇങ്ങനെ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിത് ഒരു സൈഡിൽ ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലവർ വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഫോണ്ടൻറ്റിൽ തന്നെ യെല്ലോ കളർ ചേർത്തിട്ട് ചെറിയ കൈ വെച്ചിട്ട് തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഫ്ലവറിന് ഒരു പ്രത്യേക ഒരു ഭംഗി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം എഴുതി കൊടുക്കണം. ഞാൻ കേക്ക് ഗ്ലേസിലേക്ക് കുറച്ച് ബ്രൗൺ കളർ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് പേരൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഞാനൊരു റിബൺ വെക്കുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടൻ്റ് തന്നെ ഇതുപോലെ റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു റെഡ് കളറിലെ റിബണ് ഈ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. എന്തായാലും ഉറപ്പായിട്ടും വീഡിയോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് നമ്മുടെ സുമീസ് വ്ളോഗിൽ കണ്ടുമുട്ടാം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യോഗേർട്ടിൻ്റെ റെസിപ്പി. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ സുമീസ് വ്ളോഗിൽ വൈകുന്നേരം യോഗേർട്ടിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.